ഈ ആഴ്ച റിലീസായ കുറേ സിനിമകൾ ഇറങ്ങിയത് പോലും പല ആളുകളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലെ ചില സിനിമകൾ കണ്ടു തുടങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നാട്ടുകാരിലേക്ക് എത്തേണ്ട സിനിമയായിരുന്നല്ലോ എന്നാണ്. കാരണം ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ പരിപാടികൾ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞാൻ ഇന്ന് കണ്ടു. അതായത് അവർക്ക് കിട്ടിയ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട്, അവർക്ക് കിട്ടിയ താരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, അതായത് അഭിനയ പ്രതിഭകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ രസമുള്ള ഒരു പടം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഇവിടെയായി കുറച്ച് വിയോജിപ്പുകൾ പറയാനുണ്ടെങ്കിലും കണ്ടെടുത്തോളം സിനിമ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത സിനിമയാണ് വടക്കൻ. നമ്മൾ മലയാള സിനിമ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെയ്യം ഏറ്റവും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടേതെന്ന് പറയാവുന്ന ഒരു കാര്യമാണത്. കാരണം തെയ്യത്തിനെയൊക്കെ ഇപ്പോൾ പഴയ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാൾ പേടിക്കുന്ന സമയത്തോ ഒക്കെ ഇത് ഈ കറങ്ങുന്നതും തിരിയുന്നതുമായിട്ടുള്ള കുറച്ച് ഷോട്ടുകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. പക്ഷേ കുറേം കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന, കുറേം കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ട, കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ട ഒരു കലാരൂപം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. അതിൻ്റെ ഒരു പരിധിവരെയുള്ള ഉപയോഗിക്കൽ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. വടക്കൻ എന്ന് പറയുന്ന സിനിമ ആരംഭിക്കുന്നത് നായകനിൽ നിന്നാണ്. അദ്ദേഹം കേരളത്തിൽ നടന്ന ഒരു കൊലപാതക പരമ്പര എന്ന് പറയാനില്ല, ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചാണ്. കുറേ ആളുകൾ, ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുള്ള കുറേ ആളുകൾ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വെച്ച്, ഹൊററാണ് അവരുടെ പരിപാടി, മറ്റേ ബിഗ് ബോസ് ഒക്കെ പോലെ ടാസ്ക് കൊടുക്കും. പക്ഷേ ആ ടാസ്ക് മുഴുവൻ രാത്രിയിലാണ്. പ്രേതബാധയെന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് രാത്രിയിൽ അവരെ ഏൽപ്പിച്ച ടാസ്കുകൾ ചെയ്യുക. അവരെ പേടിപ്പിക്കാൻ വേണ്ടി അവർ കുറേ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആ താമസിക്കാൻ പോയ ആളുകളും അവിടെ ഉണ്ടായിരുന്ന ടെക്നീഷ്യൻസും ഒക്കെ മരിക്കുകയാണ്. അപ്പോൾ ആ കേസിലേക്ക് നമ്മുടെ നായകനെ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ADGP കേരളത്തിൽ നിന്ന് വിദേശത്തുള്ള നായകരെ വിളിക്കുകയാണ്. അവിടേക്ക് എനിക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നി. പോലീസുകാർ പാരനോർമൽ ആക്ടിവിറ്റിയെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളെ വിളിച്ച് സഹായം ചോദിക്കാന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനെ ന്യായീകരിക്കാനുള്ള ചില എലമെൻറ്റുകൾ അവർ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ആ കേസ് അന്വേഷണമായിട്ട് അയാൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അയാളെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അന്നത്തെ രാത്രി അവിടെ സംഭവിച്ചത്, ഇതൊക്കെയാണ് സിനിമയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് നല്ലോണം ബോറടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ വരുന്നുണ്ടായിരുന്നു. കാര്യം ഈ പറയുന്ന റിയാലിറ്റി ഷോ ആ ഒരു പരിപാടിയൊക്കെ ആണെങ്കിലും പെർഫോമൻസുകളാണെങ്കിലും ഇവരിൽ നിന്ന് ഇത്രയും എടുത്താൽ മതി എന്ന് ചിന്തിച്ചിട്ടാണോ അതോ ഇവരെ കൊണ്ട് ഇനി പറ്റൂലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ? കാര്യം ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ അവരിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. റാൻഡം ക്യാമറ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തതുപോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ സമയത്ത് ഒരു VFX ഒക്കെ നോക്കുമ്പോൾ ഈ TV ക്രൂ അവർ ചെയ്യുന്ന VFX ആണെന്നുള്ളൊരു രീതിയിൽ നോക്കുമ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സമയത്തുള്ള VFXും ഈ സിനിമയിൽ ഉടനീളം നമ്മൾ ഇതാണോ കാണാൻ പോകുന്നതെന്ന് പറയുന്ന തോന്നലൊക്കെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഒരു ഡൗൺ സൈഡ് ആയിരുന്നു. പരിപാടിയൊക്കെ കൊള്ളാം. വിദേശത്തു നിന്നൊക്കെ വരുന്ന കുറേ പ്രേത പടങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. കുറച്ച് ആളുകളോട് വെക്കേഷന് വേണ്ടിയിട്ട് പൂട്ടിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ വെച്ചിട്ട് അവർ വേട്ടയാടപ്പെടുന്നു, ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ക്ലീഷേ പരിപാടി. പക്ഷേ ആ തരത്തിൽ ഒരു സിറ്റുവേഷൻ വേറൊരു രീതിയിൽ ഇവർ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തെയ്യത്തിൻ്റെ എലമെൻറ്റുകൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, തീയൊക്കെ വെച്ചിട്ട്. മോനെ അവിടെ മുതൽ പടം എനിക്ക് ഓണായിരുന്നു. ഞാനിങ്ങനെ ഭയങ്കര രസമായിട്ടിരുന്ന് കണ്ടു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്, പക്ഷെ ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന കിഷോർ, തുടക്കത്തിൽ എനിക്ക് പുള്ളി സാധാരണ ചെയ്യുന്ന അതേ പരിപാടികളൊക്കെ തന്നെയാണല്ലോ എന്ന് തോന്നി. പക്ഷേ ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പണി പുള്ളി എടുക്കുന്നുണ്ട്. അത് വളരെ ഇംപ്രസീവാണ്. ഞെട്ടിച്ചൊരു പ്രകടനം എന്ന് പറയുന്നത് ശ്രുതി മേനോനാണ്. പക്ഷേ അതിനെ ഞെട്ടിപ്പിച്ചൊരു പ്രകടനം എന്ന് ഞാൻ പറയില്ല. അവർ അഭിനയിച്ചിട്ടുള്ള കിസ്മത്ത് എന്ന് പറയുന്ന മുൻ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു അഭിനേത്രിയാണ്. പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രി എന്തുകൊണ്ടോ അവരെ കാര്യമായി അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രകടനങ്ങൾ ഗംഭീരമാണ്, ഡയലോഗ് ഡെലിവറി ഗംഭീരമാണ്. പക്ഷേ ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കിഷോറും ശ്രുതിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ സമയത്ത് എനിക്ക് ശ്രുതിയെ ഇങ്ങനെ ആ ഡയലോഗ് ഡെലിവറിയിലൊക്കെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയാണോ ഇവർ ഈ സിനിമയിൽ ഉടനീളം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ അവരിലെ അഭിനേത്രിയെ സിനിമ ആവശ്യപ്പെടുന്ന സമയത്ത് അവർ അത്രയും കൺട്രോൾഡായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചില കിടുകിടിലൻ ഡയലോഗുകളുണ്ട് സിനിമയിൽ. സിനിമ പടമാണ്, അതുകൊണ്ട് തന്നെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് റെക്കമെൻഡഡ് അല്ല. മെറിൻ ഫിലിപ്പ് വളരെ രസമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനൊന്നുമില്ല, പക്ഷേ ഉള്ളത് പ്രത്യേകിച്ച് കിഷോറിൻ്റെ ഒരു ടോൺ മാറുന്ന സമയത്ത് മെറിൻ്റെ എക്സ്പ്രഷൻ ചേഞ്ച് ഒക്കെ ഉണ്ട്. അതൊക്കെ അവർ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ബിജി ബാലിൻ്റെ മ്യൂസിക്കാണ്. മാൻ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പണി പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു മിക്സ് വരുമ്പോൾ, ആ ഒരു ടോട്ടൽ സൗണ്ട് മിക്സിൽ അത് അടിപൊളിയായിരുന്നു. റസൂൽ പൂക്കുട്ടിയും അരുണവ് ദത്തയുമാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി വർക്ക് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വർക്ക്, അതിനകത്ത് ഒന്നും പറയാനില്ല. ആ മ്യൂസിക്കും ഈ പറയുന്ന സാധനങ്ങളുടെ സൗണ്ടിങ്ങും എല്ലാം കൊണ്ടും എനിക്ക് അടിപൊളി പരിപാടിയായിട്ട് തോന്നി. അതായത് ഈ സിനിമ ശരിക്കും നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് സൗണ്ട് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോൾ അത്രയും രസമായിട്ട് സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ VFX വിഷ്വൽ സൈഡ് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തെയ്യം
ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നതിന് ശേഷമാണ് എനിക്ക് സിനിമ ശരിക്കും വർക്കാവുന്നത്. അതിനു മുമ്പുള്ളതിൽ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇമ്പ്രസീവ് പരിപാടിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അവർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെന്താണ് എന്നുള്ളത് ആ ഇമേജൊക്കെ റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേ കൂടി നന്നായിരിക്കും, കുറേ കൂടി എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അത് കണ്ടു കഴിഞ്ഞാൽ എന്താ ഒരു ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവാതൊക്കെ ഇരുന്നെന്ന് വരും. ഒരു ജനറേഷണൽ ട്രോമയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ആ സിനിമ പോകുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ച് തെയ്യങ്ങൾ, തെയ്യക്കോലങ്ങൾ, അല്ലെങ്കിൽ മലയിൽ നിന്ന് അവർ ഇറങ്ങി വരേണ്ട അങ്ങനെയൊക്കെയുള്ള കുറച്ച് എലമെൻറ്റുകൾ അതിനകത്തുണ്ട്. ഞാൻ സ്പോയിലർ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന സിനിമയുടെ മെസ്സേജും അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിൽ എന്താണ് ഉദ്ദേശിച്ചതെന്നും വേറെ ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക. അവർ ലെറ്റ്സ് ഗോ ഹോം എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് ഈ ഹോം? ഏത് കാലത്താണ് ഈ ഹോം ഉള്ളത്? ആ ഹോം ഏത് കാലഘട്ടം മുതലാണ് നമ്മൾ സൃഷ്ടിച്ച് തുടങ്ങേണ്ടത്? അതിന് ആരാണ് മലയിറങ്ങി വരേണ്ടത് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ എലമെൻറ്റുകൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയി. നമുക്ക് കുറേ ഡിസ്കസ് ചെയ്യാനുണ്ടല്ലോ ഈ സിനിമയിലെ ഇന്ന സീക്വൻസുകൾ, ഇതാണ് ഇവർ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന പോലത്തെ കുറേ എലമെൻറ്റുകൾ അവിടെ ഇവിടെയായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളതുണ്ട്. എന്നെ സംബന്ധിച്ച് തീർത്തും പ്രോത്സാഹിപ്പിക്കബിൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് എന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി വളരെ രസമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുള്ള ഈ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഇത് മനസ്സിലാവാതെ വരുമ്പോൾ ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാനിങ്ങനെ ഒത്തിരി സ്പൂൺ ഫീഡ് ചെയ്യുന്ന സിനിമകൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പ്രേക്ഷകൻ വായിച്ചെടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ വായിച്ചെടുക്കാൻ മെനക്കെടാൻ പറ്റില്ല, എനിക്ക് സ്പൂൺ ഫീഡ് ചെയ്തോളൂ എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താവുന്ന ഒരു ക്ലൈമാക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃത്യമായി ഇതാണ് ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണോ സിനിമയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഓവറോൾ എന്നിലെ പ്രേക്ഷകന് കൊള്ളാലോ പരിപാടി, നല്ല കുറച്ച് സംഭവങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ഗുഡ് എന്ന് നമ്മൾ ചില ടീച്ചേഴ്സ് പറയില്ലേ, കൊള്ളാം നന്നായി വരട്ടെ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് വടക്കൻ സമ്മാനിച്ചത്. സജീദ് എ സംവിധാനം ചെയ്തിരിക്കുന്നു. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി കെയ്കോ നക്കഹാരയാണ്. എഡിറ്റർ സൂരജ് ES ആണ്. മ്യൂസിക് കമ്പോസർ ബിജിബാൽ. VFX ചെയ്തിരിക്കുന്നത് ഫ്രോസ്റ്റ് എഫക്ട്സ് ആണ്, എസ്റ്റോണിയ. കൊക്കനട്ട് ബഞ്ച് ക്രിയേഷൻസ് ആൻഡ് ഗ്രേ മാറ്റർ ഇന്ത്യയിലാണ്. കളറിസ്റ്റ് ആൻഡ്രിയസ് ബ്രക്കിൾ, അങ്ങനെയാണ് വായിക്കുക. DI സ്റ്റുഡിയോ, പ്രൈം ഫോക്കസ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നില്ല, പക്ഷേ ഇവർ ചിലവാക്കിയിരിക്കുന്ന പൈസ കൂടുതലും ടെക്നീഷ്യൻസിനാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ക്വാളിറ്റി തെയ്യമൊക്കെ വന്നതിന് ശേഷം സിനിമയിൽ കാണാനുണ്ട്. പക്ഷേ കുറച്ച് ബഡ്ജറ്റും കൂടി എടുത്തിട്ട് പ്രൊമോഷൻസിൽ നല്ലോണം ഒന്ന് പുഷ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്ങനെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാലും വെളിവേട് വിളിച്ച് പറയുന്ന ഇൻ്റർവ്യൂസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് സാരില്ല, പോട്ടെ എന്ന് വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്, തിയേറ്ററിൽ കണ്ട് തിരിച്ചറിയേണ്ടതാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.